ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വയനാടിൻ്റെയും കണ്ണൂരിൻ്റെയും ബോർഡറിലുള്ള ഒരു അടിപൊളി പാർക്കിലാണ്. യെസ്, ഇന്ത്യാസ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫി തീംഡ് പാർക്കായ കോമാച്ചി പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വയനാട് മാനന്തവാടി ബോയ്സ് ടൗണിന് അടുത്താണ് ഈ കോമാച്ചി പാർക്ക്. 10 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ കോമാച്ചി പാർക്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ? വരുന്നവരെ ആകർഷിക്കാനായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഒരു മ്യൂസിയമാണ്. പിന്നെ ഒരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്, ഏവിയറി ഉണ്ട്, ആർട്ട് വില്ലേജ് ഉണ്ട്, ആംഫി തിയേറ്റർ ഉണ്ട്, കോസ്റ്റ്യൂം കോർണർ ഉണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ട്, ദെൻ 200+ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് കേട്ടോ ലിസ്റ്റ്. അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വെൽക്കം ടു വ്ളോഗ്സ് ഓഫ് ദി എൻ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ എന്താണെന്നല്ലേ, ഈ ബിൽഡിങ്ങിന് മുന്നിൽ കാണുന്ന പോലെ തന്നെ നിറയെ ക്യാമറകളാണ് കേട്ടോ. അതായത് 200 വർഷത്തോളമുള്ള നമുക്ക് ക്യാമറയെ പറ്റിയുള്ള ഹിസ്റ്ററി നമുക്ക് ഈ ഒറ്റൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരിതൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഈ ക്യാമറേൻ്റെ വന്നതും അതിൻ്റെ ചരിത്രങ്ങളും ഒക്കെ ഇവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല ഇൻഫോർമേഷനൊക്കെ കൊടുത്തിട്ട് അവരിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തായിരുന്നു. പണ്ടത്തെ വലിയ ക്യാമറകളും എന്താ പറയണ്ടേ, നമ്മളൊക്കെ ഇതൊക്കെ കാണുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല ഞാനിവിടെ. നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന ക്യാമറകളാണ് ഇവിടെ ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കാണാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വരുന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ട്സിന് 200 രൂപയും കുട്ടികൾക്ക് 110 രൂപയാണ് കേട്ടോ. ബട്ട് കിഡ്സ് പാർക്കിലെ റൈഡിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ പോകുന്നത് ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്ററിലേക്കാണ്. കോമാച്ചി പാർക്കിനെ പറ്റി ഒരു എൻ്റയർ ഐഡിയ തരുന്നൊരു വീഡിയോ ആയിരുന്നു അവരന്നവിടെ പ്രദർശിപ്പിച്ചത്. പക്ഷേങ്കിൽ ബേബി ഉള്ളത് കൊണ്ട് എനിക്കവിടെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള ജസ്റ്റ് ഒരു കാഴ്ചയാണിത് കേട്ടോ. അതിന് തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സെൻറ്റർ ഉള്ളത്. അവരത് കണ്ടു കഴിയുന്നവരെ ഞാനും തനുവിയും പുറത്ത് നിന്ന് കേട്ടോ. എന്നിട്ട് അവർ വന്നിട്ട് കയറാമെന്ന് കരുതി. ദെൻ അവർ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ എക്സിബിഷൻ സെൻറ്ററിലേക്ക് കയറി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ഫോട്ടോസുകളാണുള്ളത്. പല ഫേമസ് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസുകളാണ് ഇവരിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഫോട്ടോസും ഇതുപോലെ ഇവിടെ പ്രദർശിപ്പിക്കാനുള്ളൊരു ചാൻസ് ഇവിടെ തരുന്നുണ്ട്. അതായത് നിങ്ങളുടേതല്ല, നിങ്ങൾ എടുക്കുന്ന നല്ല അടിപൊളി ഫോട്ടോകളുടെ, അതായത് നിങ്ങളെടുക്കുന്ന ഫോട്ടോ സൂപ്പർ ആണെങ്കിൽ അത് കോമാച്ചി പാർക്കിൻ്റെ വെബ്സൈറ്റിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയാണെന്ന് തോന്നിയാൽ അവരതിവിടെ ഇതുപോലെ ഷോ ചെയ്യുന്നതായിരിക്കും. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒന്നാമത് വയനാടിൻ്റെ ബോർഡറിലാണല്ലോ, അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല, എന്തായാലും അടിപൊളിയായിരിക്കും. ഇവിടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു 10 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഏക്കറിലായിട്ട് ഇവർ യുണീക്ക് ഫ്രാഗ്രൻസ് സോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആരോമാറ്റിക് പ്ലാന്റ്സ് ആണ് അവരിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇവിടുത്തെ ഫുൾ ബിൽഡിങ്ങും എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ സോളാർ എനർജിയാണ് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് നമുക്ക് VR ആൻഡ് AR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറച്ച് നേരം മാത്രമേ അവരത് കാണാൻ അനുവദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിവേ അത് നന്നായിട്ടുണ്ടായിരുന്നു. സോ ഓരോരുത്തരായിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നു. ദെൻ അത് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാഴ്ചകളിലേക്ക് കാണേണ്ടിയിട്ട് നടന്നു. ഇവിടെ എവിടെ തിരിഞ്ഞാലും ഫോട്ടോ പോയിന്റുകളാണ് കേട്ടോ. അതുകൊണ്ട് വരുന്നവർക്ക് ഒട്ടും ബോറടിക്കില്ല. നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ 200-ലധികം ഫോട്ടോ പോയിന്റ്സ് ഇവിടെയുണ്ട്. സോ വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോകൾ ഇവിടെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ്.
പാർക്ക് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, അഡൽട്ട് ഫ്രണ്ട്ലി ആണ്, പിന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി കൂടിയാണ്. അതുകൊണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം നിങ്ങൾ മുന്നിലായിട്ട് കാണുന്നതാണ് കോസ്റ്റ്യൂം കോർണർ. അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനും ദിവ്യേട്ടനും അമ്മയും ഏട്ടനും ഏച്ചിയും എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോയെല്ലാം എടുത്ത് കോസ്റ്റ്യൂം കോർണറിലേക്ക് കയറി. അപ്പം കോസ്റ്റ്യൂം ഇടാനൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അതിന് നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ടിണ്ടായിരുന്നില്ല. എനിവേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വെറൈറ്റി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അതെന്തായാലും ഇവിടെ വന്നിട്ട് സാധിച്ചു. സോ ഞങ്ങളെല്ലാവരും ഓരോ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് നിന്നിട്ട് നല്ല ഫോട്ടോസുകളൊക്കെ എടുത്തു. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 10 മിനിറ്റായിട്ടാണ് അവരിവിടെ അലോ ചെയ്യുന്നത് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി. മീൻസ് നമ്മൾ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളുടെ കൂടെ ബേബി ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയിരിക്കും, എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമോ, അവൾ ഒരുപാട് നേരം ഇരിക്കുമോ, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ വളരെ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ ടെൻഷനോ ഇല്ലാതെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത ആളാണ്. അത് മലപ്പുറത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടുന്ന് കണ്ണൂരേക്ക്, കണ്ണൂരിൽ മലപ്പുറത്തേക്ക് അങ്ങനെയായിട്ടും പിന്നെ അല്ലാതെ വേറെ ട്രിപ്പുകളും അങ്ങനെയായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ഇവളും നന്നായിട്ട് യാത്രയൊക്കെ എൻജോയ് ചെയ്യുന്നത്. ഇവളെ ജനിച്ച് കഴിഞ്ഞിട്ട് 2-ാം മാസത്തിൽ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബേബിയും കൊണ്ടുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. പിന്നെ AC-ലായിരുന്നു പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മൂപ്പർക്ക് തണുപ്പ് പിടിക്കുമോ അങ്ങനെയുള്ള കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല കൂളായിട്ട് കംഫേർട്ടായിരുന്നു. നന്നായിട്ട് എന്താ പറയണ്ടേ, അങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന യാതൊരു ഭാവവും ആൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ആൾ ഓക്കെ ആണെന്നുള്ളത്. എന്നോട് പലരും പറയാറുണ്ട് പ്രസവം, അതായത് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊന്നും ട്രാവൽ ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. എനിക്കിതുവരെ ആ ഒരു ഫീലിൽ വന്നിട്ടില്ല. വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ട്രാവലൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തതായിട്ട് പോയത് ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണെങ്കിലും ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രീസ് ഉണ്ട്. അതുമാത്രമല്ല MS സ്വാമിനാഥൻ ഫൗണ്ടേഷനായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് പല ഫേൺസ്, ട്രീസ്, ഓർക്കിഡ് അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റാണിത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലെ ക്ലൈമറ്റൊക്കെ കൺട്രോൾഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരുപാട് ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ആ ഒരു എന്താ പറയുക ഫീൽ അടിപൊളിയാണ്. ഞാൻ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബേബി ഉള്ളത് കൊണ്ട് മൂപ്പരെ നനയ്ക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ദിവ്യേട്ടൻ ബേബീനെയും കൊണ്ട് പുറത്തു നിന്നു. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയതാണ്, എന്താണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സംഭവമല്ല, പക്ഷേ നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ആംഫി തിയേറ്ററിൻ്റെ അടുത്താണ്. അതായത് ഒരു 1200 പേർക്കൊപ്പരം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തിയേറ്ററാണിത്. ഇവിടെ കൾച്ചറൽ ഇവൻറ്റ്സ്, വെഡ്ഡിങ്സ് അങ്ങനെ പല ഇവൻറ്റ്സിന് പറ്റിയ ഒരു ആംഫി തിയേറ്ററാണ് ഇത്. അതിനുശേഷം ഞങ്ങൾ കുറച്ചിങ്ങനെ ഫോട്ടോ സെക്ഷനിലൊക്കെ പോയി. അപ്പം തൻവിക്കുട്ടീനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. 200-ൽ കൂടുതൽ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്നും കൊച്ചു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ഓപ്പൺ ജിമ്മിലേക്കാണ്. ഈ കാണുന്നതാണ് ഓപ്പൺ ജിമ്മിലേക്കുള്ള വഴി. ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് പറ്റി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഓപ്പൺ ജിമ്മിൻ്റെ ചുറ്റും ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ കഴിയും. മുതിർന്ന ആളുകൾ ഇവിടെ നിന്നും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇവിടെ നിന്നും കളിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പൺ ജിമ്മാണ്. ഇവിടെ ഒരു നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. എൻ്റെ തൻവി മോള് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആളിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്.
face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me. അങ്ങനെ ഓപ്പൺ ജിമ്മിൽ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന് ഇതിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കൊടുത്തു, അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, ആൾ നല്ല സ്പീഡിലൊക്കെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ മുകളിൽ എത്തിയപ്പോൾ ചെറുതായിട്ട് പേടിക്കുന്നുണ്ടോ എന്ന് തോന്നി, പക്ഷേ ഇല്ല, ആൾ നല്ല കൂളായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവനാണെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അവനെ ഇറക്കി. അപ്പോൾ ഇത് അതിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുമ്പോഴൊക്കെ നല്ല നല്ല സീനറികളാണ് കേട്ടോ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു കാഴ്ചകളാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ആർട്ട് വില്ലേജിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ബ്രഷൊക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോഴെങ്കിലും പോകുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതിനടുത്തായിട്ടാണ് ഒരു ട്രീ ഹൗസ് ഉള്ളത്. അപ്പം ജസ്റ്റ് അതിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കയറണ്ടാന്ന്, കാരണം കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കയറിയിട്ട് മുകളിൽ നിന്ന് ആ ഫുൾ വ്യൂ എന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ക്യാമറ എടുത്തിട്ട് മുകളിലേക്ക് കയറുന്നത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓഫൊക്കെ ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിയത്. എനിവേ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒന്നാമത് നല്ല പച്ചപ്പായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നും വീഡിയോ ഒക്കെ എടുത്തിട്ട് പതിയെ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നല്ലൊരു അടിപൊളി കാറ് കണ്ടത്, നല്ല കളർഫുൾ ആയിട്ടുള്ള കാറ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചിലവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക് നടന്നു. അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബ്രിഡ്ജിലേക്കാണ്. നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ബ്രിഡ്ജ്. അതിൻ്റെ താഴെയായിട്ടാണ് ഏവിയറി ഉള്ളത്. അപ്പം നമുക്ക് മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ചില സമയങ്ങളിൽ, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഞ്ഞൊക്കെ വന്നിട്ടുള്ളൊരു ഫീല് കിട്ടുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഫുൾ വ്യൂ കിട്ടും കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോമാച്ചി പാർക്കിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ദൂരെയായിട്ട് നമുക്ക് നല്ല നല്ല മലനിരകളൊക്കെ കാണാൻ കഴിയും. നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സമയമാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ മഞ്ഞൊന്നുള്ളൊരു സമയമായിരുന്നില്ല, പക്ഷേ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇതിലൂടെ നടക്കാൻ. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഏവിയറി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ബേഡ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ട് ഞാൻ ദിബിയേട്ടന് അംബ്രല്ല കൊടുത്തായിരുന്നു, മോൾക്ക് കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മോൾ ചെറുതായിട്ട് ഉറങ്ങിയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഏവിയറിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പിൽ ഏവിയറിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കാണുന്ന പിക്ചേഴ്സാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കിഡ്സ് പാർക്ക് ഉള്ളത്. ഇതിലെ ഓരോ റൈഡിൽ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ കിഡ്സ് പാർക്കിൽ മുതിർന്നവർക്ക് പറ്റിയ റൈഡും ഉണ്ട്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ കളിക്കാൻ വിടുകയാണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഇതാണ് ഏവിയറി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ അവർ കൈയൊക്കെ കഴുകിയിട്ട് അകത്ത് കയറ്റുള്ളൂ. കയറുമ്പോൾ നമുക്ക് കുറച്ച് സീഡ് തരും. അത് നമ്മുടെ ഈ ബേഡ്സിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ കൈ ഇങ്ങനെ, അതായത് ഈ സീഡുള്ള കൈ കൊണ്ട് നമ്മളിങ്ങനെ കൈ നീട്ടുമ്പോൾ തന്നെ നല്ല ബേഡ്സൊക്കെ ഇങ്ങനെ പറന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നോളും. ഫസ്റ്റ് തന്നെ എൻ്റെ ഏട്ടൻ്റെ കയ്യിലേക്കാണ് വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെയും വേഗം കയ്യിലേക്ക് വരണം എന്നുള്ള ഒരു ത്വരയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. എല്ലാവരുടെ കയ്യിലും എന്താ പറയുക, ബേഡ്സൊക്കെ വന്ന് നിന്ന് കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ കൈ നീട്ടിയിട്ട് ബേഡ്സിനെ വിളിക്കാമെന്ന് വിചാരിച്ചു.
ഫൈനലി എൻ്റെ കയ്യിലും ബേഡ്സ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടത്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ ബേഡ്സ് ഇങ്ങനെ വിത്തൊക്കെ ഇങ്ങനെ കൊത്തി കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം ഇയാളെയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ആൾ പോകുന്നേ ഉണ്ടായിരുന്നില്ല, നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ ഉറങ്ങിപ്പോയി. ഇതൊന്നും കാണാൻ അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ നല്ല ഉറക്കമായിരുന്നു. എനിവേ ഞാൻ ഈ ചങ്ങായിനെയും കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. മൂപ്പര് കുറേ നേരം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് റിയലി അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. Right back up, that's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me, come out with none. Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip with your name on it. But I'ma let you slide cause you ain't worth it. I'm staying strong, need to move on. To be what I want, I'll keep dreaming on. I'm staying strong, need to move on. To be what I want, I'll keep dreaming on. അങ്ങനെ ഏവിയറിയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. കിഡ്സ് പാർക്കിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. അപ്പം അതിൻ്റെ മുന്നിലായിട്ട് എന്നോട് ചെറിയൊരു ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കിഡ്സ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയി. ഉണ്ണിക്കുട്ടന് ചില റൈഡിൻ്റെ ഉള്ളിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അവനെ കളിക്കാൻ വിട്ടതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആകാശത്തൊട്ടിലിൻ്റെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ചു. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change. Play the game that we say. I need a break. I'm staying strong, need to move on. To be what I want, I'll keep dreaming on. I'm staying strong, need to move on. To be what I want, I'll keep dreaming on. വരുന്നവർക്ക് എന്തായാലും ബോറടിക്കില്ല എന്ന് ഉറപ്പാണ്. ഇവിടെ വൺ ഡേ ട്രിപ്പായിട്ടും വരാം, അല്ല ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. 200 പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഡോർമെറ്ററി ഒക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ കോമാജി പാർക്കിലെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വരുന്നത് വരെ ബൈ ബൈ. I'm staying strong, need to move on. To be what I want, I'll keep dreaming on. I'm staying strong, need